ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നടന്നിട്ടുള്ള ഒരു LDC മെയിൻ പരീക്ഷയിലെ GK ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് 94/2024 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ നല്ല രീതിയിൽ മാർക്ക് നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം: ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? സൈക്ലോൺ, വില്ലി വില്ലീസ്, ടൈഫൂൺ, ഹരിക്കെയിൻ. ഉത്തരം ഹരിക്കെയിൻ എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം: കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? ഓക്കെ, NW1, NW2, NW3, NW4. ഇതിലേതാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത? ഉത്തരം ഓപ്ഷൻ സി ആണ്, NW3 ആണ്. ഓക്കെ, അടുത്തത്: 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ്? ചൈന, സൗദി അറേബ്യ, ബ്രിട്ടൻ, ഇന്ത്യ. ഉത്തരം സൗദി അറേബ്യയാണ്. ഓക്കെ, അടുത്തത്: പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? സ്നായുക്കൾ, രക്തം, തരുണാസ്ഥി, ടെൻഡൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടെൻഡൻ ആണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല. ഓക്കെ, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കി വരുന്ന സംരക്ഷണ സംവിധാനമാണ് ഏത്? ഓക്കെ, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണ്? നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, കമ്മ്യൂണിറ്റി റിസർവുകളാണ് ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. ഓക്കെ, അടുത്ത ചോദ്യം: ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ്? തരുണാസ്ഥി, നാരുകല, ടെൻഡൻ, രക്തം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രക്തം. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? വൃക്കകൾ, കരൾ, ആമാശയം, പാൻക്രിയാസ്. ഉത്തരം കരളാണ്. ഓക്കെ, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: ക്രെറ്റിനിസം, മിക്സെഡിമ, അക്രോമെഗാലി, ഭീമാകാരത്വം. ഉത്തരം അക്രോമെഗാലിയാണ്. ഓക്കെ, അടുത്തത്: ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓക്കെ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓക്കെ, ലൈസോസോം, സലൈവറി അമിലേസ്, പെപ്സിൻ, ലിപ്പേസ്. ഉത്തരം ലൈസോസൈമാണ്. ഓക്കെ, അടുത്തത്: പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? തേൻ അമൃത്, മിഠായി, ഹൃദ്യം, ആർദ്രം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മിഠായി എന്നുള്ള പദ്ധതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം: 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഓക്കെ, ഇവിടെ G = 10 m/s ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ഥിതികോർജം mgh ആണ്. M എന്ന് പറഞ്ഞാൽ മാസ്, G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി, H എന്ന് പറഞ്ഞാൽ ഉയരം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉയരം 1 ആണ്, മാസ് 0.2 ആണ്, ഗ്രാവിറ്റി എന്നുള്ള G = 10 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ 1 × 0.2 × 10 = 2 എന്നാണ് കിട്ടുക. അതായത് ഇവിടുത്തെ സ്ഥിതികോർജം 2 ജൂളാണ്. ഓക്കെ, അടുത്തത്: നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം, പൂർണ്ണ ആന്തരിക പ്രതിഫലനം, വിസരണം, അപവർത്തനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഓക്കെ, ഫാരൻഹീറ്റ് സ്കെയിലിൽ
32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ്? ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി, -273 ഡിഗ്രി, 32 ഡിഗ്രി. ഓക്കെ, ഉത്തരം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി കാണിക്കുക. ഓക്കെ, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? സെപ്റ്റംബർ 23, ജൂലൈ 14, ആഗസ്റ്റ് 23, ആഗസ്റ്റ് 14. ഉത്തരം ആഗസ്റ്റ് 23 ഓക്കെ, ആഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി. ഓക്കെ, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ആദിത്യ L1 ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏതാണ്? കോയമ്പത്തൂർ, സാഞ്ചി, ലുധിയാന, ഡെറാഡൂൺ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സാഞ്ചി. ഓക്കെ, സാഞ്ചിയാണ് ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം. ഓക്കെ, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: പാല്, സോഡിയം അമാൽഗം, കഞ്ഞിവെള്ളം, ചളിവെള്ളം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സോഡിയം അമാൽഗം. ഓക്കെ, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓക്കെ, സിങ്ക് കാർബണേറ്റ്, സിങ്ക് ഓക്സൈഡ്, സിങ്ക് ഹൈഡ്രോക്സൈഡ്, സിങ്ക് സൾഫൈഡ്. ഉത്തരം സിങ്ക് സൾഫൈഡ് ആണ്. ഓക്കെ, സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ക്ലിക്ക് കെമിസ്ട്രി, ക്വാണ്ടം ഡോട്ട്സ്, ക്വാർക്കുകൾ, പോസിട്രോൺ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്വാണ്ടം ഡോട്ട്സ് ആണ്. ഓക്കെ, അതിനാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകപ്പെട്ട വിഷയമെന്നുള്ളത്. ഓക്കെ, അപ്പുകിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓക്കെ, ചെമ്മീൻ, ഗുരുസാഗരം, ധർമ്മപുരാണം, ഖസാക്കിൻ്റെ ഇതിഹാസം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം. ഓക്കെ, കിലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഓപ്ഷൻസ് ഉണ്ട്: പൂരക്കളി, കഥകളി, സർക്കസ്, ചവിട്ടുനാടകം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സർക്കസ് ആണ്. ഓക്കെ, തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്: കുഞ്ഞനന്ദൻ നായർ, KK നീലകണ്ഠൻ, അപ്പുക്കുട്ടൻ നായർ, കുട്ടിക്കൃഷ്ണ മാരാർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, കുഞ്ഞനന്ദൻ നായർ എന്നിവരാണ് തീക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ് ഏത്? ഓപ്ഷൻസ് ഉണ്ട്: ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, വിഷകന്യക, പാതിരാസൂര്യൻ്റെ നാട്ടിൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒരു ദേശത്തിൻ്റെ കഥ. ഓക്കെ, ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ളതാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചന. ഓക്കെ, അടുത്ത ചോദ്യം: മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? തീര സംരക്ഷണ സേന, KSCB, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, കേരള വന ഗവേഷണ കേന്ദ്രം. ഇതിലാരാണ് മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരള വന ഗവേഷണ കേന്ദ്രമാണ്. ഓക്കെ, അടുത്ത ചോദ്യം: ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഓപ്ഷൻസ് ഉണ്ട്: പെറ്റാബൈറ്റ്, സെറ്റാബൈറ്റ്, ഗിഗാബൈറ്റ്, നാനോബൈറ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗിഗാബൈറ്റ്, അതായത് GB എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻസ് ഉണ്ട്: ലാൻ, വാൻ, ക്യാൻ, മാൻ. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്യാൻ, അതായത് CAN എന്നുള്ളതാണ് കൂട്ടത്തിൽ ചേരാത്തത്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്?
ഓപ്ഷൻസ് ഉണ്ട്: ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടെലിഗ്രാം. ഓക്കെ. അടുത്തത് ഡീഫേക്ക് എന്നാൽ എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്: സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. അടുത്തത് ഒരു കമ്പ്യൂട്ടർ വൈറസ് ആണ്. അടുത്തത് നെറ്റ്വർക്ക് സംരക്ഷണത്തിനുള്ള ഉപകരണമാണ്. അപ്പോൾ ഇതിലേതാണ് ഡീഫേക്ക് എന്നാൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഈ ഡീഫേക്ക് എന്നുള്ളത്. ഓക്കെ. അടുത്തത് വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്: സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിലെ ഗവർണർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സംസ്ഥാനത്തിലെ ഗവർണർ. ഓക്കെ. അടുത്ത ചോദ്യം: ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: നിസ്വാർത്ഥ സേവനങ്ങൾ, ഗതാഗതം, വാർത്താവിതരണം, ഇൻഷുറൻസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, നിസ്വാർത്ഥ സേവനങ്ങൾ. ഓക്കെ. അടുത്ത ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഓക്കെ. അടുത്ത ചോദ്യം: ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്: രേഖ ശർമ്മ, മമത കുമാരി, പി സതീദേവി, വിഷ്ണു സുന്ദർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, രേഖ ശർമ്മ. ഓക്കെ. രേഖ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.